ഓം ഹ്രീം വജത് ഭുവേ നമഃ. പ്രിയപ്പെട്ട സുബ്രഹ്മണ്യ ഭക്തരെ, ഒരു മുരുക ഭക്തനായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കുന്നു, മുരുകക്ഷേത്രങ്ങളിൽ പോകുന്നു, വ്രതമെടുക്കുന്നു, ഒട്ടേറെ വഴിപാടുകൾ നടത്തുന്നു. പക്ഷേ പലരും ഇതെല്ലാം ചെയ്യുമ്പോൾ താനൊരു മുരുക ഭക്തനാണെന്ന് വെറുതെ അങ്ങ് ധരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വഴിപാടുകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ മുരുക ഭക്തി എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്വയം സമർപ്പിക്കലാണ്. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ അവരുടെ ഭക്തിയിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. ഈ തരുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്, എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ഭഗവാൻ തന്നെ നീക്കിത്തരുമെന്ന് അവർക്ക് സംശയമില്ലാത്ത അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. അവരെയായിരിക്കും നമ്മൾ മുരുക ഭക്തർ എന്ന് വിശേഷിപ്പിക്കുക. അല്ലാത്തുള്ളവർ ചിലപ്പോൾ കുറച്ച് കാലം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വഴിപാടുകൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നേരിയ ഗുണം ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ അവർ മറ്റൊരു സങ്കേതത്തിലേക്ക് മാറുന്നു. അവർ ഭക്തരല്ല, അവർ കാര്യം കാണാൻ വേണ്ടി മാത്രം സമീപിച്ചവർ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരന്മാർ പൊതുവിൽ ഭക്തർ ചോദിച്ച ഉടനെ എടുത്തു കൊടുക്കാൻ തയ്യാറാകുന്ന, അല്ലെങ്കിൽ എല്ലാം വച്ചിട്ട് ഇങ്ങനെ ഇതാ എന്നെ കണ്ടല്ലോ ഇതാ തന്നേക്കാം എന്നുള്ള മട്ടിലല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് അർഹപ്പെട്ട കാര്യങ്ങൾ അവർ യഥാസമയത്ത് തരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോഴല്ല, അതിനൊരു ടൈമുണ്ട്, ആ സമയത്ത് നൽകുക തന്നെ ചെയ്യും. മുരുക ഭക്തർ എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കണമെങ്കിൽ ഭഗവാൻ ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് നൽകാറുണ്ട്. അല്ലെങ്കിൽ ആ ലക്ഷണത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് ഭഗവാനിലേക്ക് അർപ്പിതമാക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 10 ലക്ഷണങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളൊരു മുരുക ഭക്തനാണെങ്കിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ലക്ഷണങ്ങളിൽ 2 എണ്ണമെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ പറയാം, തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുടെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരി, അതിനെ കുറച്ച് കൊണ്ടുവരാൻ ഭഗവാന്റെ തൃക്കരങ്ങൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയാം. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ഉള്ളിലെ ഭക്തി തീവ്രമാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും മുരുക ഭക്തർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ എല്ലാ കാര്യത്തെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. മുരുക ഭഗവാന്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹ കല ഉള്ളവരിൽ ആദ്യമായിട്ട് കാണുന്ന ലക്ഷണം എന്തെന്ന് പറഞ്ഞാൽ, ഇവർക്ക് എല്ലായ്പ്പോഴും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ, മുരുകക്ഷേത്രത്തിൽ പോകണമെന്നുള്ളൊരു തോന്നലുണ്ടാവും. ചില സമയത്ത് ഇവർ മറ്റേതെങ്കിലും ദൈവ വിശ്വാസങ്ങളിലോ അങ്ങനെയുള്ള ഭക്തികളിലോ നിറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജനിച്ച കാലം തൊട്ടേ മുരുക ഭക്തരായിരിക്കും. പക്ഷേ ഇവരിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പെട്ടെന്ന് നിരന്തരമായിട്ട് മുരുകക്ഷേത്രങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു, വീട്ടിൽ മുരുകനെ വെച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നു, നിരന്തരമായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു തോന്നൽ ഇവരിൽ എപ്പോഴും രൂഢമൂലമാകുന്നു. ഒരു വ്യക്തിയിൽ സദാസമയം ഈ ചിന്ത മാത്രം വന്ന് ചേർന്ന് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാനും ഇയാളും തമ്മിലുള്ള ആ ദൂരം വളരെ കുറഞ്ഞിരിക്കുന്നു. ഇവർ തമ്മിലുള്ള ആ കണക്ഷൻ അത് കൃത്യമായിട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. പരസ്പരം വേർപെടാത്ത ഒരു ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹകല നമ്മിലേക്ക് വ്യക്തമായി തെളിയുന്നതിൻ്റെ പ്രഥമമായ സൂചനയാണ്. രണ്ടാമത്തെ കാര്യം, വേല് കാണുമ്പോൾ ഉള്ളിൽ പരമാനന്ദം. വേല് എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആയുധമാണ്. അപ്പോൾ വേല് നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തിയുടെ പ്രഹർഷം ഉണ്ടായി വരിക. വേല് മാത്രമല്ല, കാവടി കാണുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു തിരയിളക്കം വരിക, എന്തൊന്നുമില്ലാത്തൊരു ഉണർവ് നമ്മുടെ ഉള്ളിൽ വരിക. ഭഗവാന്റെ സാമീപ്യം വന്നു ചേർന്നതുപോലെ ഭക്തി നമ്മുടെ ഉള്ളിൽ അലയടിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയുക. നമ്മുടെ ഉള്ളം നിറയുന്നു, കണ്ണുകൾ ഭക്തി സാന്ദ്രമാകുന്നു. ഇത് വളരെ വലിയൊരു ലക്ഷണമാണ്. മൂന്നാമത്തെ കാര്യം, നിരന്തരമായിട്ട് മുരുകനെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. ഈശ്വരന്മാരെ സ്വപ്നം കാണാൻ കഴിയുന്നത് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്.
ദൈവസ്വപ്നങ്ങൾ കണ്ടാൽ പൊതുവിൽ നമ്മൾ പുറത്ത് പറയാറില്ല. കാര്യം സ്വപ്നഫലം കുറഞ്ഞു പോകുക എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ മുരുകനെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുക വളരെ വിരളമാണ്. ചിലർക്ക് ശ്രീകൃഷ്ണനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ആ ലക്ഷണങ്ങൾ ചോദിക്കുമ്പോൾ അവസാനം എത്തിച്ചേരുന്നത് അത് മുരുകനെ സ്വപ്നം കണ്ടു എന്നുള്ള രീതിയിലാണ്. കാര്യം രണ്ടുപേരും ബാലസ്വരൂപത്തിലാകുമ്പോൾ മയിൽപ്പീലി വെച്ചിരിക്കും. നമ്മൾ ആ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ പിന്നിലൊരു മയിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ മനസ്സിലാകും ഇവർ മുരുകനെയാണ് സ്വപ്നം കണ്ടത്. കാര്യം സ്വപ്നത്തിലൂടെ പെട്ടെന്ന് ഭക്തൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മൂർത്തിയാണ് ഭഗവാൻ. മുരുകസ്വാമിയെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ സാന്നിധ്യം നമ്മിൽ പൂർണ്ണമായിട്ട് പരിലസിക്കുന്നു എന്നാണ് അർത്ഥം. നാലാമത്തെ കാര്യം, മുരുകസ്വാമിയെ നമ്മൾ പ്രാർത്ഥിച്ച ശേഷം ഉള്ളിലെ ഭയമെല്ലാം മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ഭയവും കുറച്ച് ആങ്സൈറ്റിയും ആയിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. നമ്മളൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ, അവിടെ തൊഴുത് വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ശക്തി അങ്ങോട്ട് പ്രസരിക്കുന്നതായിട്ട് കാണും. ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പഴയ ആളെ അല്ലാതായി മാറുന്നു. നമ്മുടെ ആന്തരികമായ ശക്തി വർദ്ധിക്കുന്നു. നമ്മുടെ ഭയപ്പാടുകളെല്ലാം മാറിപ്പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കലിദോഷം തീരുന്നതാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവുകളെ ഭഗവാൻ വകഞ്ഞു മാറിക്കളയുന്നതാണ്. ഇങ്ങനെ അനുഭവം കിട്ടിയവർ ധാരാളമുണ്ട്. അതായത് അത്രയും കാലയളവ് ഒന്നിനെ അഭിമുഖീകരിക്കാൻ വയ്യാതെ, കോൺഫിഡൻസ് ഇല്ലാതെ അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. ഒടുവിൽ ആരൊക്കെയോ പറഞ്ഞിട്ട് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ തൊഴുതു നിന്നപ്പോൾ ഉള്ളിലെ ആ കൽമഷമെല്ലാം, എല്ലാ ദോഷങ്ങളും കഴുകിക്കളഞ്ഞു. അതോടുകൂടി അവർ പുതിയൊരാളായി മാറി. ഇങ്ങനെ അനുഭവമുള്ള ഒട്ടേറെ പേർ നമ്മുടെ ഇടയിലുണ്ട്. അതിലൊരാളായിരിക്കും നിങ്ങൾ. തീർച്ചയായിട്ടും അത് ഭഗവാന്റെ അനുഗ്രഹകല തന്നെയാണ്. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന് കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, വീട്ടിൽ നിരന്തരമായിട്ട് മയിൽ സമ്പർക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല, ഒട്ടേറെ മയിലുകൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മിക്ക വീടുകളുടെ പരിസരത്തും മയിൽ എത്തിച്ചേരാറുണ്ട്. പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ഒന്നാണ് മയിലെന്ന് പറയുന്നത്. ശിവന്റെ സാന്നിധ്യത്തിലും കൃഷ്ണന്റെ സാന്നിധ്യത്തിലും മയിൽ വരാറുണ്ടെങ്കിലും നമ്മൾ മുൻപറഞ്ഞ ലക്ഷണങ്ങൾക്കൊപ്പം നമ്മുടെ വീട്ടിൽ നിരന്തരമായിട്ട് മയിൽ വരുന്നുണ്ടെങ്കിൽ, സമ്പർക്കം ചെയ്യുന്നുണ്ടെങ്കിൽ, മയിൽ വീട്ടുമുറ്റത്ത് വന്നെന്ന് പീലി വിടർത്തുന്നുണ്ടെങ്കിൽ, അത് ശബ്ദമുണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ ലക്ഷണം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ മയിലിന് കൊടുക്കണം. ഭഗവാന്റെ പ്രീതി വർദ്ധിപ്പിക്കാൻ അത് നന്നാവും. നമുക്ക് അതിലൂടെ ദോഷങ്ങളെ ഒഴിപ്പിച്ച് നിർത്തുകയും ചെയ്യാവുന്നതാണ്. ആറാമത്തെ കാര്യം, രാത്രി സമയത്ത് മുരുക മന്ത്രങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഉറക്കത്തിൽ ആണ്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളൊരു ഇടത്തര ഉറക്കത്തിലേക്ക്, ഒരു നിദ്രയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പുറത്ത് ചെറിയ ശബ്ദങ്ങളോ മറ്റൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഉണരുന്നില്ല. അങ്ങനെ കിടക്കുന്ന ആ ഗാഠനിദ്ര കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് നമ്മൾ ചില മന്ത്രങ്ങൾ കേൾക്കും. പ്രധാനമായിട്ടും ഓം വെട്രിവേൽ മുരുക, വേൽവേൽ മുരുക എന്നുള്ള ഭക്തരുടെ മന്ത്രഘോഷമായിരിക്കും. അല്ലെങ്കിൽ ഓം ഭജത് ഭുവേ നമ, ഓം സുബ്രഹ്മണ്യായ നമ എന്നിങ്ങനെ തുടങ്ങുന്ന സുബ്രഹ്മണ്യ മന്ത്രങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രണവാകാരം, ഓങ്കാരം ജപിക്കുന്നത് പോലെ തോന്നുക. ഇത് ഒരു ദിവസമല്ല, പല ദിവസങ്ങളിലായിട്ട് നമുക്കിത് ആവർത്തിച്ച് കേൾക്കുക. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതിന് പ്രത്യക്ഷമായിട്ടുള്ളൊരു തെളിവ് കൂടിയാണിത്. ഇത് കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ അനുഗ്രഹീതരാണ് എന്ന് തന്നെ പറയാം. ഏഴാമത്തെ കാര്യം, നാം മുരുകനെ കുറിച്ച് ഓർക്കുന്നു, മറ്റൊരാൾ മുരുകനെ കുറിച്ച് പറയുന്നു. കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ ഒരു ക്ഷേത്ര സംഗീതത്തിലാവാം, അല്ലെങ്കിൽ മറ്റൊരിടത്ത് നിൽക്കുമ്പോഴാകാം, നമ്മൾ മുരുകസ്വാമിയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, പളനിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് മുരുകസ്വാമിയെക്കുറിച്ച് സംസാരിക്കുന്നു, ഭഗവാന്റെ തിരുനാമങ്ങളെ പറയുന്നു. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ പേര് വിളിക്കുന്നു, ഹേയ് മുരുക എന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ പല വിധത്തിൽ മുരുക സമ്പർക്കമുള്ള വാക്കുകൾ നമുക്ക് അന്നേരം കേൾക്കാൻ കഴിയുന്നു. ഇത് വലിയൊരു ലക്ഷണമാണ്. ഭഗവാൻ നമുക്കൊരു സിഗ്നൽ തരികയാണ്, നീ ചിന്തിച്ചപ്പോൾ ഞാൻ നിന്നോടൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ലക്ഷണം. ഈ ലക്ഷണമൊക്കെ നമ്മൾ ഇപ്പം പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നത്. എത്രയോ വട്ടം നിങ്ങളുടെ അരികിലൂടെ ഇത്തരം ലക്ഷണങ്ങൾ കടന്നു പോയിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാത്തത് മാത്രമാണ്.
ഇനിയിപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും എന്നതേ ഉള്ളൂ. എട്ടാമത്തെ കാര്യം, മുരുകക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം കഷ്ടപ്പാടുകൾ മാറി വരിക എന്നുള്ളതാണ്. ചില വ്യക്തികൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക പതിവാണ്. ഓരോ ക്ഷേത്രത്തിൽ സന്ദർശിക്കുമ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടും. എന്നാൽ ഒരു മുരുകക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ ശേഷം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്നൊരു മാറ്റം നമുക്ക് വരിക, അത്രയും നാളും ഇല്ലാത്ത പോലെ പുരോഗതികൾ ജീവിതത്തിൽ കടന്നു വരിക, കഷ്ടപ്പാടുകളുടെ തീവ്രത കുറഞ്ഞു കിട്ടുക, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടപ്പിൽ വരിക. ഇതൊക്കെ ഭഗവാൻ നിങ്ങളെ കണ്ടതും നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്. ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഉള്ളതിൻ്റെ നല്ലൊരു തെളിവ് കൂടിയാണിത്. ഒൻപതാമത്തെ കാര്യം, ആരുമില്ലെങ്കിലും ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നൽ. മനുഷ്യജീവിതത്തിൽ നമ്മെ നിലനിർത്തി പോകുന്നത് ആത്മധൈര്യമാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആശിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള തോന്നലാണ്. ചില മനുഷ്യർ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കും. ആ ഒറ്റപ്പെടലിനെ നേരിടാൻ പറ്റാതെ അവർ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു പോകും. പക്ഷെ മുരുകഭക്തനായിട്ടുള്ള ഒരാൾക്ക് അത്തരം ചിന്തകൾ ഉണ്ടാവാറില്ല. കാരണം ആര് പോയാലും ശരി, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, എന്നോടൊപ്പം ഭഗവാനുണ്ട് എന്ന് ഇവരുടെ അന്തരംഗം മന്ത്രിച്ചു കൊണ്ടിരിക്കും. വലിയൊരു ശക്തി കേന്ദ്രം കേട്ടോ. എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളെ താങ്ങി നിർത്താൻ, നമ്മുടെ കൈ പിടിച്ച് നടത്താൻ നമുക്കൊരാളുണ്ടാവുക. എന്ത് വലിയൊരു ആശ്വാസമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒരിക്കലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയില്ല. ആ ഒരു രീതിയിലാണ് ഭഗവാന്റെ സാമീപ്യം അനുഭവപ്പെടുക. ഇത് അനുഭവിച്ചിട്ട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറിയ എത്ര പേരെൻ്റെ മുന്നിലുണ്ടെന്ന് അറിയാമോ? വലിയൊരു അനുഭവമാണ്. നിങ്ങളിലും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത്തരം ആൾക്കാർ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക. പത്താമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളിങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും ഒക്കെയാണ് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതും കൂടെ പരിഗണിക്കുക. ഇനി പത്താമത്തെ കാര്യത്തിലേക്ക് വരാം. അതായത് നമുക്ക് വേലോ അല്ലെങ്കിൽ മുരുകരൂപമോ സമ്മാനമായിട്ട് ലഭിക്കുക. ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടത്. നമുക്ക് ഒരു വ്യക്തി സമ്മാനമായിട്ടൊരു വേല് രൂപം തരുന്നു, അല്ലെങ്കിൽ ഒരു മുരുകൻ്റെ പ്രതിമ തരുന്നു, ഒരു ചിത്രം തരുന്നു, മുരുക സങ്കല്പത്തിലുള്ള വേറെ എന്തെങ്കിലും തരുന്നു. ഇത് ഭഗവാൻ നമുക്ക് നേരിട്ട് തന്ന സമ്മാനമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. കാര്യം, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നീ എപ്പോഴും പ്രാർത്ഥനാനിരതമായി കഴിഞ്ഞോളൂ, നിന്റെ ഭക്തി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ വിഷമതകൾ ഞാൻ മാറ്റിത്തരാം എന്നൊക്കെയുള്ള സന്ദേശത്തോടു കൂടിയാണ് ഈ ഭഗവാൻ നമ്മുടെ അരികിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മാനങ്ങൾ ഒരിക്കലും ആരെങ്കിലും തന്നാൽ നിരാകരിക്കരുത്. അത് ദൈവനിന്ദയ്ക്ക് തുല്യമാണ്. മുരുകനെയോ അല്ലെങ്കിൽ വേലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലർ നമുക്ക് കൊണ്ടുതരും. ചില അവധൂതന്മാരായിട്ട് ചിലർ തരും. അത് ഇരു കൈകളും നീട്ടി മേടിക്കുക. ഇനി നമുക്ക് അത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് ഇനി ക്ഷേത്ര സമർപ്പണം ചെയ്യാനുള്ള കാര്യമായിട്ട് തന്നെയാണെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുക. ഇതൊക്കെ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമായിരിക്കും. പരമാവധി ആ സമ്മാനത്തെ സ്വീകരിച്ച് നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് പ്രധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അനുഭവങ്ങൾ ഇതെല്ലാം എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.